നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മതവർഗീയ ശക്തികളുമായി UDF ഒത്തുകളിച്ചെന്ന് CPM ആരോപിച്ചു. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. SDPIയുമായും BJPയുമായും ഒരേ സമയം ഒളിഞ്ഞും തെളിഞ്ഞും സഹകരിച്ചും ബാന്ധവത്തിൽ ഏർപ്പെട്ടുമാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിന് പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ ഈ അവിശുദ്ധ സഖ്യത്തെ നേരിടാൻ LDF കഠിന പരിശ്രമം നടത്തി. പല വാർഡുകളും LDFന് നഷ്ടമായത് ചെറിയ വോട്ടുകൾക്കാണ്. ചില വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലരുമായി ഗൂഢാലോചന നടത്തി അനർഹരായ ഒട്ടേറെ വോട്ടുകൾ തിരികെ കയറ്റിയതിനും തെളിവുകളുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും CPM നേതാക്കൾ പറഞ്ഞു. കേരളത്തിലാകെയും മലപ്പുറം ജില്ലയിൽ ഒരു മതനിർമ്മിതിയോടുകൂടിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അതിൽ അസോസിയേറ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ളത്. BJPയുടെ പലതരത്തിലുള്ള സഹായവും മലപ്പുറം ജില്ലയായിട്ട് പോലും UDF വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. 3 തവണയായിട്ടാണ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും കേരളത്തിൽ എല്ലായിടത്തും വോട്ട് ചേർക്കൽ പ്രക്രിയ നടന്നിട്ടുണ്ട്. 2 തവണ ചേർത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളാകെ മുന്നോട്ട് പോകുമ്പോൾ 3-ാം തവണ പ്രത്യേക കേന്ദ്രീകരണ സ്വഭാവത്തോടു കൂടി ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ഈ വോട്ടിംഗ് പാറ്റേണിനെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള കൃത്രിമമായ വോട്ട് ചേർക്കലും വോട്ട് വെട്ടലും നടന്നിട്ടുണ്ട്. അതിന് വിശദമായ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുവാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. പൊന്നാനി നിയമസഭാ സീറ്റിൽ കണ്ണുവെച്ച KPCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പലയിടത്തും പണം ഒഴുക്കിയിട്ടുണ്ട്. പച്ചക്കള്ളം പ്രചരിപ്പിച്ചും ദുരുദ്ദേശ പ്രചരണം നടത്തിയും വ്യക്തിഹത്യകൾക്ക് മുൻതൂക്കം നൽകിയുമുള്ള ശൈലി ഒരു കാലത്തും പൊന്നാനിയുടെ പാരമ്പര്യത്തിലില്ലാത്തതാണ്. സൗഹാർദ്ദ രാഷ്ട്രീയാന്തരീക്ഷമുള്ള പൊന്നാനിയിൽ വിദ്വേഷ-വിധ്വംസക രാഷ്ട്രീയത്തിന്റെ പരീക്ഷണം ഇത്തവണ നടത്തിയത് KPCC സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നുവെന്നും എന്നാൽ നഗരജനത ഇത്തരം നീക്കങ്ങളെ തള്ളിക്കളഞ്ഞുവെന്നും CPM നേതാക്കൾ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. പൊന്നാനിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പരസ്പര ബഹുമാനത്തിന്റെ ഒരു മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയായി അവരോധിതനായിക്കൊണ്ടിരിക്കുന്ന സ്വയം അവരോധിതനായ ഒരാൾ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തെ മുഴുവൻ മാറ്റിമറിക്കാനും തനിക്ക് പരിചയമുള്ള വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും രാഷ്ട്രീയ സംസ്കാരത്തെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനൊരു കാരണവശാലും ഈ പൊന്നാനിയിൽ ഇടതുപക്ഷം അനുവദിക്കില്ല. അത്തരം നീക്കങ്ങൾക്ക് നിയമപരമായി ജനങ്ങളെ ആകെ കൂട്ടുപിടിച്ചുകൊണ്ടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ ഘട്ടത്തിൽ ഈ മറികടക്കും. വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും പലപ്പോഴും ഞങ്ങളുമായി ആരോഗ്യകരമായി ബന്ധം പുലർത്തുന്നവരാണ്. രാഷ്ട്രീയപരമായ എതിർപ്പുകൾക്കപ്പുറത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പൊതുവായി നമ്മൾ സ്വീകരിക്കുന്ന സമീപനം. അവരുടെയൊക്കെ ഇംഗിതത്തിന് വിരുദ്ധമാണ് ഈ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുവായ ഇലക്ഷൻ പ്രവർത്തനത്തെ ആകെ അട്ടിമറിച്ച് തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അത് കേവലം ഈ കലാപത്തിൽ എത്തിയത് അവസാനമെന്ന നിരാശയിൽ നിന്നാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പല ശക്തികളെയും നേരിട്ടുകൊണ്ടാണ് പൊന്നാനിയിൽ ഇടതുപക്ഷ വിജയം നേരിട്ടിട്ടുള്ളത്. പലതരത്തിലുള്ള അരാഷ്ട്രീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അനാവശ്യമായ ഇടതുപക്ഷ വിരുദ്ധത ജ്വലിപ്പിച്ചു നിർത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK കലിമുദ്ദീൻ, CPM ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി, മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി രജീഷ് ഉപ്പാല എന്നിവർ പങ്കെടുത്തു.